ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ്. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യാം. ഇതിലെ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് കോസ് 15 ഡിഗ്രി. ഇത് ചോദിച്ചിരിക്കുന്നത് 2020 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനാണ്. നോക്കാം, കോസ് 15 ഡിഗ്രിയുടെ വാല്യൂ ചോദിച്ചെടുക്കണം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ആംഗിൾസ് 45, 30, അതുപോലെ 60, 90 ഇത് വെച്ചിട്ട് ഇതിനെ കണക്ട് ചെയ്യുക. കോസ് 15 എന്ന് പറയുമ്പോൾ നമുക്ക് 45ഉം 30 നമുക്കറിയാം. അപ്പോൾ 45ൽ നിന്നും 30 സബ്ട്രാക്ട് ചെയ്താലാണ് 15. അപ്പോൾ 15 വരെ എന്തെന്ന് എഴുതി? കോസ് 45 മൈനസ് 30 എന്ന് എഴുതി. ഇത് ഏത് ഫോമാണ്? കോസ് എ മൈനസ് ബി ഫോമാണ്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. കോസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ വാല്യൂസ് കൊടുത്തൊക്കെ കോസ് 45 മൈനസ് 30 ഇസ് ഈക്വൽ ടു കോസ് എ കോസ് ബി. അപ്പോൾ കോസ് 45 കോസ് 30 പ്ലസ് ആണ്. ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ് കേട്ടോ. കോസ് എ മൈനസ് ബി വരുമ്പോൾ കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി ആണ്. അതേപോലെ കോസ് എ പ്ലസ് ബി ആണെങ്കിലോ കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി ആണ്. അപ്പോൾ ഇവിടെ എന്ത് വന്ന്? കോസ് 45 കോസ് 30 പ്ലസ് സൈൻ 45 സൈൻ 30. അതിന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ വളരെ സിമ്പിളാണിത്. നോക്കിയേ, കോസ് 45 നമുക്കറിയാം 1/√2 ആണ്. ഇൻ ടു കോസ് 30 എന്താണ്? √3/2 ആണ്. പ്ലസ് കിട്ടും. വീണ്ടും സൈൻ 45 എന്താ? 1/√2 ആണ്. അതെഴുതി. ഇൻ ടു സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അപ്പോൾ എന്ത് വന്ന്? 1/√2 ഇൻറ്റു √3/2 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു √3 √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 2√2 പ്ലസ് 1/√2 ഇൻറ്റു 1/2 എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 1 √2 ഇൻറ്റു 2 2√2. ഡിനോമിനേറ്റർ രണ്ടും 2√2 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് ആൻസർ കിട്ടി. ക്ലിയർ ആയല്ലോ? നമുക്ക് വേണമെങ്കിൽ ഈ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാം. മുകളിലും താഴെയും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഇത്രയും എഴുതിയാൽ മാർക്ക് കിട്ടും. ചില കേസിൽ പ്രൂവ് ചെയ്യാനൊക്കെ ആ ആൻസർ തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവിടം വരെ ചെയ്തിട്ട് നിർത്തുക. ഇതിന് മാർക്ക് ഫുൾ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ 75 ഡിഗ്രി. ഇവിടെ 15 ആയിരുന്നു കോസ്, ഇവിടെ 75 ആണ്. 75 ആയാലും എന്തെടുക്കുക? 45ഉം 30 എടുക്കുക. 75 എന്ന് പറയുന്നത് എന്താണ്? 45 പ്ലസ് 30 ആണ്. 15 ആണെങ്കിൽ എന്ത് ചെയ്യുക? 45 മൈനസ് 30. ഇപ്പോൾ ഇവിടെ എന്താ? സൈൻ 75 അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സൈൻ 75ന് പകരം നമ്മൾ എന്തെടുത്തോ? സൈൻ 75നെ നമ്മൾ സൈൻ 45 പ്ലസ് 30 എന്ന് എഴുതി. ഇത് ഏത് ഫോമാണ്? സൈൻ എ പ്ലസ് ബി ഫോമാണ്. എന്താണ് സൈൻ എ പ്ലസ് ബി? സൈൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ ഇവിടെ എന്ത് വരും? സൈൻ 45 പ്ലസ് 30 ഈസ് ഈക്വൽ ടു സൈൻ 45 കോസ് 30 പ്ലസ് കോസ് 45 സൈൻ 30. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ 45 എന്താണ്? സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. ഇൻ ടു കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. പ്ലസ് കോസ് 45 1/√2 ആണ്. ഇൻ ടു സൈൻ 30 1/2 ആണ്. 1 ഇൻറ്റു √3 √3 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 2 2√2 √3 ഡിവൈഡഡ് ബൈ 2√2 പ്ലസ് 1 ഇൻറ്റു 1 1 ബൈ √2 ഇൻറ്റു 2 2√2. ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യുക. √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വാല്യൂ ഓഫ് tan 75. വീണ്ടും 75 വന്നു. 75 വന്നാൽ നമ്മൾ എന്തെടുക്കാമെന്നറിയാം അല്ലേ? 45 പ്ലസ് 30 ആണ്. അപ്പോൾ എന്ത് എഴുതി? tan 75നെ നമ്മൾ tan 45 പ്ലസ് 30 എന്ന് എഴുതി. എവിടെയും നമ്മൾ നേരത്തെ പഠിച്ച പോലത്തെ ഫോർമുലാസ് പഠിക്കണം. എന്താണ്? tan a പ്ലസ് ബി അറിയണം. tan a പ്ലസ് ബി എന്ന് പറയും. ഇത് നിർബന്ധമായിട്ട് അറിയണം കേട്ടോ. ഇത് നിങ്ങൾക്ക് പഠിച്ചിരിക്കണം. ഇതറിയണം.
പിന്നെ എന്താണ് ഇത്. ഞാനിതിൽ എഴുതാത്ത അത് കോസ് എ മൈനസ് ബി ആണ്, കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി. അതേപോലെ എന്തുണ്ട്, കോസ് എ പ്ലസ് ബി ഉണ്ട്. എന്താണ് കോസ് എ കോസ് ബി മൈനസ് സൈൻ എ സൈൻ ബി. ഇവിടെ അതേപോലെ സൈൻ എ പ്ലസ് ബി എഴുതിയിട്ടുണ്ട്. സൈൻ എ മൈനസ് ബി എന്താണ് സൈൻ എ കോസ് ബി മൈനസ് കോസ് എ സൈൻ ബി. ഇനി ടാൻ എ പ്ലസ് ബി നോക്കി. ടാൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എ ടാൻ ബി. അതറിയേണ്ടതാണ്. ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇവിടെ എ പ്ലസ് ബിക്ക് പകരം 45 പ്ലസ് 30 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു ടാൻ 45 പ്ലസ് ടാൻ 30 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 45 ടാൻ 30. വാല്യൂസ് കൊടുത്തേ. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്, പ്ലസ് ടാൻ 30 എന്ന് പറയുന്നത് 1/√3 ആണ്, ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ 45 1 ആണ്, 1 ഇൻറ്റു ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. ഈ 1 ഇൻറ്റു 1/√3 എന്ന് പറഞ്ഞാൽ 1/√3 ആണ്. അപ്പോൾ എന്ത് കിട്ടി, 1 പ്ലസ് 1/√3 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/√3 എന്ന് കിട്ടി. √3 ആണ് LCM. അപ്പോൾ LCMനെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു √3 പ്ലസ് ഇവിടെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 വരും. √3 പ്ലസ് 1/LCM √3 ഡിവൈഡഡ് ബൈ ഇവിടെ അതേപോലെ തന്നെ √3 ഇൻറ്റു 1 √3 മൈനസ് 1 ഡിവൈഡഡ് ബൈ ദ LCM √3 എന്ന് കിട്ടും. അപ്പോൾ ഈ √3 കട്ട് ചെയ്യാം. അപ്പോൾ എന്തായി, √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ √3 മൈനസ് 1 ആൻസർ കിട്ടി. ഇത്രയും വരെ വെച്ചിട്ട് നിങ്ങൾക്ക് നിർത്താം. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും, പ്രൂവ് ദാറ്റ് ടാൻ 75 ഇസ് ഈക്വൽ ടു 2 പ്ലസ് √3 എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ എന്ത് ചെയ്യാം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക. അതായത് ഇവിടെ √3 മൈനസ് 1 അല്ലേ, അങ്ങനെയാണെങ്കിൽ √3 പ്ലസ് 1 കൊണ്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും, √3 ഇവിടെ √3 പ്ലസ് 1 ഉണ്ട്, അതിനെന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √3 പ്ലസ് 1 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ഡിനോമിനേറ്റർ √3 മൈനസ് 1, അതിവിടെ എഴുതി ഇൻറ്റു √3 പ്ലസ് 1. ഇവിടെ നോക്കിയാൽ ഇത് രണ്ടും ഒരേ ഇതല്ലേ, എ ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. അപ്പോൾ √3 പ്ലസ് 1 ഇൻറ്റു √3 പ്ലസ് 1 ഇസ് ഈക്വൽ ടു √3 പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ ഈ ഫോം എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആണ്. അതെന്താണ്, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. √3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് കിട്ടി. ഇനി എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാം, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ √3യുടെ സ്ക്വയർ 3 ആണ്, പ്ലസ് 2ab 2 ഇൻറ്റു √3 ഇൻറ്റു 1 2√3 പ്ലസ് ബി സ്ക്വയർ 1ൻ്റെ സ്ക്വയർ എന്ത് കിട്ടി, 1 എന്ന് കിട്ടി, ഡിവൈഡഡ് ബൈ √3യുടെ സ്ക്വയർ എന്താ 3 മൈനസ് 1ൻ്റെ സ്ക്വയർ 1 3 മൈനസ് 1 എന്ന് കിട്ടി. ഇനി 3ഉം 1ഉം കൂടി ആഡ് ചെയ്തേ, അപ്പോൾ 4 എന്ന് കിട്ടും. 4 പ്ലസ് 2√3 ഡിവൈഡഡ് ബൈ 3 മൈനസ് 1 2 എന്ന് കിട്ടി. ഈ 4 പ്ലസ് 2√3 നമ്മൾ 2 കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ 2 ഇൻറ്റു അപ്പോൾ എന്ത് വരും, 2 പ്ലസ് √3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ 2ഉം കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2 പ്ലസ് √3 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇത് എല്ലാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഇതിൽ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ ഈ സെഷനിൽ നമ്മുടെ വീഡിയോ സീരീസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, ഇത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ ക്വസ്റ്റ്യൻസൊന്നും അതിലെ സബ് ക്വസ്റ്റ്യൻസിനെ ഞാൻ കാറ്റഗറൈസ് ചെയ്തേക്കാണ്, ഓരോ സെക്ഷനായിട്ട് കേട്ടോ, ഓരോ സെക്ഷനായിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കാണ്. അതല്ലാതെ ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതല്ല, ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സൈൻ പൈ മൈനസ് എക്സ് ഈക്വൽ ടു ഡാഷ് എന്നാണ്. ഓരോന്നും ആൻസർ ചെയ്യുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, പൈ അല്ലെങ്കിൽ പൈയുടെ മൾട്ടിപ്പിൾസ് 2π 3π അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഫങ്ഷൻ അത് തന്നെ വരിക. സൈൻ പൈ മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ അതിൻ്റെ സൈൻ ഉള്ളത് കോസ് ഒന്നും ആവില്ല, സൈൻ തന്നെയാണ് വരിക. അപ്പോൾ സൈൻ എക്സ് എന്ന് എഴുതി. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ക്വാഡ്രൻ്റ് ചെക്ക് ചെയ്യണം. പൈ അല്ലേ, ക്വാഡ്രൻ്റ് ഒന്ന് നോക്കിയേ, ASTC. പൈ മൈനസ് എന്ന് പറയുമ്പോൾ ഇതിലെ വരിക
ഇവിടം തൊട്ട് ഇവിടം വരെയാണ് പൈ. അപ്പോൾ ഈ ക്വാഡ്രൻ്റില്ലേ വരിക, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈൻ ഓൾറെഡി പോസിറ്റീവാണ്. അപ്പോൾ എന്ത് വന്ന് സൈൻ എക്സ് എന്ന് പറഞ്ഞു. സൈൻ പൈ മൈനസ് എക്സ് ആണെങ്കിൽ എന്താണ് സൈൻ എക്സ് ആണ്. ഈ പൈക്ക് പകരം ഇവിടെ π/2 ആണെങ്കിലോ π/2, 3π/2, 5π/2 അങ്ങനെ π/2 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സൈനുള്ളത് കോസായിട്ട് മാറും. ഇത് ശ്രദ്ധിച്ച് വെക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, സൈൻ 405 ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ 405 എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റാൻഡേർഡ് ആംഗിളുമായിട്ട് കണക്ട് ചെയ്യുക. 45നെ 360 പ്ലസ് 45 ആണെന്ത് 405. 360 എന്ന് പറയുന്നത് 2π ആണ് അല്ലേ, പൈയുടെ മൾട്ടിപ്പിളാണ്. ഞാൻ പറഞ്ഞു പൈയുടെ മൾട്ടിപ്പിളോ വന്നു കഴിഞ്ഞാൽ ഈ ആംഗിൾ അത് തന്നെയായിരിക്കും, സൈൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെന്തെന്ന് എഴുതാം, സൈൻ 405 എന്നുള്ളതിന് ഞാൻ എന്തെന്ന് എഴുതി, സൈൻ 360 പ്ലസ് 45 എന്ന് എഴുതി. 360 എന്ന് പറഞ്ഞാൽ 2π എന്നും എഴുതാം നിങ്ങൾക്ക്. അപ്പോൾ പൈയുടെ മൾട്ടിപ്പിളോ വന്നു കഴിഞ്ഞാൽ ആംഗിളിന് ഒരു മാറ്റവും ഉണ്ടാവില്ല, ഈ ആംഗിൾ തന്നെയായിരിക്കും. അതുകൊണ്ടാണ് സൈൻ 2π പ്ലസ് 45 അതല്ലെങ്കിൽ സൈൻ 360 പ്ലസ് 45 എന്ന് പറയുന്നത് എന്താണ്, സൈൻ 45 തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ഈ സൈൻ SIGN സൈൻ എന്താണെന്ന് നോക്കണം. നോക്കിയേ, 360 പ്ലസ് തീറ്റ, ഇത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇവിടം വരെ 360 ആയി, പ്ലസ് തീറ്റ പ്ലസ് 45 എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ അല്ലേ ഫസ്റ്റ് ക്വാഡ്രൻ്റ് എല്ലാവരും പോസിറ്റീവാണ്. അപ്പോൾ ഇത് പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ സൈൻ 45 എന്ന് എഴുതി. സൈൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 1/√2 ആണ്. ആൻസർ എന്താണ് 1/√2. ക്ലിയർ ആയല്ലോ. ഇനി നോക്കിയേ, കോസ് 2π മൈനസ് എക്സ്, പൈയുടെ മൾട്ടിപ്പിൾ അല്ലേ, അപ്പോൾ കോസ് തന്നെ ആവുള്ളൂ. കോസ് എക്സ് എന്ന് എഴുതി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, സൈൻ ശ്രദ്ധിക്കണം, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതാ ഒരു ഫുൾ റൊട്ടേഷൻ വരും. ഈ ഫോർത്ത് ഈ ക്വാഡ്രൻ്റ് 2π മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്, ഇവിടെ കോസ് പോസിറ്റീവ് അല്ലേ, അപ്പോൾ എന്ത് എഴുതി, കോസ് എക്സ് എന്ന് എഴുതി. ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കി, സൈൻ പൈ പ്ലസ് എക്സ് എന്താണ്, സൈൻ പൈ പ്ലസ് എക്സ് ആയാൽ സൈൻ തന്നെയാണാവും അല്ലേ, സൈൻ എക്സ് എന്ന് എഴുതി. പക്ഷേ ഇവിടെ മൈനസ് ആണ്. എന്താ കാരണം നോക്കിയേ, ഇവിടെ നിന്ന് ഇവിടം വരെ പൈ ആണ്, പൈ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്തായി പ്ലസ്, പൈ പ്ലസ് എക്സ് എന്നല്ലേ, തേർഡ് ക്വാഡ്രൻ്റായി. തേർഡ് ക്വാഡ്രൻ്റിൽ ആരാ പോസിറ്റീവ്, ടാൻ ആണ് പോസിറ്റീവ്. ടാനോ കോട്ടോ പോസിറ്റീവ് ആയിരിക്കും, സൈൻ പോസിറ്റീവ് അല്ല നെഗറ്റീവാണ്. അതുകൊണ്ട് എന്തെന്ന് എഴുതി, മൈനസ് സൈൻ എക്സ് എന്ന് എഴുതി. മനസ്സിലായല്ലോ. അടുത്ത ചെയ്തേ, സൈൻ π/2 പ്ലസ് എക്സ്. ഞാൻ പറഞ്ഞു π/2 ആണെങ്കിൽ ഉറപ്പായിട്ട് അത് കോസ് ആവും അല്ലേ, കോസ് എക്സ് എന്ന് എഴുതി. അതിൻ്റെ ഏത് പ്ലസ് ആണ് മൈനസ് ആണ് വരിക, π/2 പ്ലസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്വാഡ്രൻ്റാണ്, അവിടെ എന്താണ് സൈൻ പോസിറ്റീവാണ്, സൈൻ എക്സ് എന്ന് എഴുതി. ഇനി നോക്കി, കോസ് π/2 മൈനസ് എക്സ്, π/2 വന്നാൽ കോസ് ഉള്ളത് സൈൻ ആവും, ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എഴുതി. പോസിറ്റീവ് നെഗറ്റീവ് വരിക, π/2 മൈനസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് അല്ലേ, അവിടെ എല്ലാവരും പോസിറ്റീവാണ്, അപ്പോൾ സൈൻ എക്സ് എന്ന് എഴുതി. ഇനി സൈൻ 3π/2 പ്ലസ് എക്സ്, π/2ൻ്റെ മൾട്ടിപ്പിളാണ്, സൈൻ ഉള്ളത് കോസ് ആവും, കോസ് എഴുതി. ഇനി പോസിറ്റീവ് നെഗറ്റീവ് വരിക, 3π/2 പ്ലസ് എക്സ്, π/2 3π/2 ഇവിടം വരെ വന്ന് പ്ലസ് ഈ ക്വാഡ്രൻ്റിലേക്ക് എത്തി അല്ലേ, ഫോർത്ത് ക്വാഡ്രൻ്റിലെത്തി. അവിടെ സൈൻ എന്താ, അവിടെ കോസാണ് പോസിറ്റീവ് അല്ലേ, അപ്പോൾ എന്തായിരിക്കും സൈൻ 3π/2 പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും, മൈനസ് കോസ് എക്സ് എന്നെഴുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സൈൻ 225 ഈക്വൽ ടു ഡാഷ്. ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി ബ്രാക്കറ്റിൽ വാല്യൂസ് തന്നിരുന്നു, 1/√2 മൈനസ് 1/√2 അങ്ങനെ തന്നിരുന്നു. ഞാനവിടെ എഴുതിയിട്ടില്ല, നമുക്ക് നോക്കാം. സൈൻ 225 എന്നുള്ളതിനെ നമുക്ക് പൈയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ആംഗിളും കണക്ട് ചെയ്ത് എഴുതി നോക്കിയേ. 180യുടെ കൂടെ 45 ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 225 കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ എന്തെന്ന് എഴുതി, സൈൻ 225 എന്നുള്ളതിനെ സൈൻ 180 പ്ലസ് 45 എന്ന് എഴുതി. 180 എന്ന് പറഞ്ഞാൽ എന്താ, പൈ അല്ലേ, സൈൻ പൈ പ്ലസ് തീറ്റ അല്ലെങ്കിൽ സൈൻ പൈ പ്ലസ് എക്സ് എന്താണ്
സൈന് മാറില്ല, സൈന് കോസ് ഒന്നും ആവില്ല, സൈൻ തന്നെയാണ് വരിക അല്ലേ. അപ്പോൾ സൈൻ 180 + 45 എന്നുള്ളതിന് ഞാൻ സൈൻ 45 എന്ന് എഴുതി. 180 പ്ലസ് ആകുമ്പോൾ നോക്കി, 180 പ്ലസ് എന്ന് പറയുമ്പോൾ പൈയും കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയ പൈ പ്ലസ് ഈ തേർഡ് ക്വാഡ്രൻ്റാ, അവിടെ ടാനാണ് പോസിറ്റീവ്, ടാനോ കോട്ടോ പോസിറ്റീവ് ആയിരിക്കും, സൈൻ അവിടെ എന്തായിരിക്കും നെഗറ്റീവാണ്. അപ്പോൾ എന്ത് കിട്ടി? മൈനസ് സൈൻ 45 എന്ന് കിട്ടി. സൈൻ 45ൻ്റെ വാല്യൂ നമുക്കറിയാം 1/√2 ആണ്, ഇവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ മൈനസ് 1/√2 എന്ന് കിട്ടി. ഇത് ബ്രാക്കറ്റിൽ ഒന്ന് കറക്റ്റ് ചൂസ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം. മനസ്സിലായല്ലോ, ക്ലിയർ ആയല്ലോ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ പ്രൂവ് ചെയ്യാനാണ്. പ്രൂവ് ദാറ്റ്, അതിൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്, എയും ബിയും. എ, പ്രൂവ് ദാറ്റ് tan 15 = 2 - √3. അതിൽ ബി ക്വസ്റ്റ്യൻ tan 15 + cot 15 = 4. ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് tan 15 പ്രൂവ് ചെയ്യാം. ഞാൻ പറഞ്ഞു 15 ആകുമ്പോൾ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ആംഗിളായിട്ട് കണക്ട് ചെയ്യുക. 45ൽ നിന്നും 30 കുറച്ചാൽ 15 കിട്ടില്ലേ. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തു. നോക്കിയേ, tan 15 എന്നുള്ളതിനെ ഞാൻ tan 45 - 30 എന്ന് എഴുതി. എന്താണ് tan a - b? tan a - tan b ഡിവൈഡഡ് ബൈ 1 + tan a tan b. അപ്പോൾ tan എക്ക് പകരം tan 45 മൈനസ് ബിക്ക് പകരം 30, tan 30 ഡിവൈഡഡ് ബൈ 1 + tan a tan b, 1 + tan 45 tan 30. ഇനി വാല്യൂസ് കൊടുക്കുക. എന്താണ്? tan 45 എന്ന് പറയുന്നത് 1 ആണ്, മൈനസ് tan 30 1/√3 ഡിവൈഡഡ് ബൈ 1 + tan 45 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു tan 30, 1 ഇൻറ്റു 1/√3 എന്ന് പറഞ്ഞാൽ 1/√3. അപ്പോൾ എന്ത് കിട്ടി? 1 - 1/√3 ഡിവൈഡഡ് ബൈ 1 + 1/√3 എന്ന് കിട്ടി. √3 LCM ആണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിന് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? √3 - 1/√3 ഹോൾ ഡിവൈഡഡ് ബൈ √3 + 1/√3 എന്ന് കിട്ടും. ഈ √3യും ഈ √3യും കട്ടാവുമ്പോൾ എന്ത് കിട്ടി? √3 - 1/√3 + 1 എന്ന് കിട്ടി. ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ പറ്റില്ല, കാരണം ഇവിടെ പ്രൂവ് ചെയ്യണം. എന്തെന്ന്? 2 - √3 എന്ന് പ്രൂവ് ചെയ്യണം. വാല്യൂ കാണാനാണെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, മുമ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. പക്ഷേ ഇവിടെ പ്രൂവ് ചെയ്യണമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക. എന്ത് ചെയ്യണം? √3 + 1 അല്ലേ, അതുകൊണ്ട് ഡിനോമിനേറ്റർ √3 + 1 ആയതുകൊണ്ട് √3 - 1 കൊണ്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്? √3 - 1 ഇൻറ്റു ഇതിൻ്റെ ഇവിടെ √3 + 1 ആയതുകൊണ്ട് √3 - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. √3 - 1 ഇൻറ്റു √3 - 1 ഡിവൈഡഡ് ബൈ √3 + 1 ഇൻറ്റു √3 - 1. നമ്മൾ ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്, 9th പഠിച്ചു കാണും. അപ്പോൾ ഇനി നോക്കിയേ, √3 - 1 ഇൻറ്റു √3 - 1 എന്ത് കിട്ടും? √3 - 1 ഹോൾ സ്ക്വയർ എന്ന് വരും, ഡിവൈഡഡ് ബൈ √3 + 1 ഇൻറ്റു √3 - 1 എന്ന് പറഞ്ഞാൽ a + b ഇൻറ്റു a - ഇതാണ് a² - b² ആണ്. √3യുടെ സ്ക്വയർ എത്രയാണ്? 3 ആണ്. -1ൻ്റെ സ്ക്വയർ 1, 3 - 1 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ a - b ഹോൾ സ്ക്വയർ പോലെ എക്സ്പാൻഡ് ചെയ്യുക. ഏകദേശം സിമിലർ ക്വസ്റ്റ്യൻ മുമ്പ് ചെയ്തു അല്ലേ, അതുപോലെ ചെയ്യാം. എന്ത് കിട്ടും? a² - 2ab + b². അപ്പോൾ a², √3യുടെ സ്ക്വയർ എന്താണ്? 3 ആണ്, മൈനസ് 2ab, 2 ഇൻറ്റു √3 ഇൻറ്റു 1, 2√3 പ്ലസ് ബിയുടെ സ്ക്വയർ, b 1 ആണ്, 1ൻ്റെ സ്ക്വയർ 1 തന്നെ. അപ്പോൾ എന്ത് കിട്ടി? 3 - 2√3 + 1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി. ആ 3യും 1ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 4 - 2√3 / 2 എന്ന് കിട്ടി. ഈ മുകളിൽ ന്യൂമറേറ്ററിൽ നിന്ന് നമുക്ക് 2 കോമൺ ആയിട്ട് എടുക്കാം. എന്ത് കിട്ടും? 2 ഇൻറ്റു 2 - √3 / 2 എന്ന് കിട്ടി. അപ്പോൾ ഈ 2ഉം 2ഉം കട്ട് ചെയ്യാം. എന്ത് കിട്ടി? 2 - √3 എന്ന് പ്രൂവ് ആയി. ശരിയാവല്ലോ. tan 15 = 2 - √3 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ ബി നോക്കിയേ. പ്രൂവ് ദാറ്റ് tan 15 + cot 15 = 4. tan 15 നമുക്ക് 2 - √3 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കലാണ് എന്ത്? cot 15. അപ്പോൾ cot 15 = 1 ഡിവൈഡഡ് ബൈ 2 - √3 എന്ന് കിട്ടി. വീണ്ടും ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യുക. എങ്ങനെ ചെയ്യുക? ഇവിടെ 2 - √3 ആണ് അല്ലേ. അപ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 + √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 2 + √3 എന്ന് പറഞ്ഞാൽ 2 + √3 ഡിവൈഡഡ് ബൈ 2 - √3 ഇൻറ്റു 2 + √3 എന്ന് കിട്ടും. 2 + √3 അതേപോലെ തന്നെ എഴുതി. ബൈ ഇത് a - b ഇൻറ്റു a + b, a² - b². a² എന്താണ്? a2 ആണ്, a² 2². അപ്പോൾ 4 കിട്ടി. മൈനസ് b എന്ന് പറയുന്നത് √3 ആണ്, √3യുടെ സ്ക്വയർ എന്താ? 3 ആണ്, 4 - 3 എന്ന് കിട്ടി.
ഇനി 2 പ്ലസ് റൂട്ട് 3 ബൈ 4 മൈനസ് 3 1 ആണ്. അപ്പോൾ 2 പ്ലസ് റൂട്ട് 3 ബൈ 1 എന്ന് പറയുന്നത് 2 പ്ലസ് റൂട്ട് 3 എന്ന് കിട്ടി. അതാണ് എന്ത് കോട്ട് 15. നമ്മൾ ആഡ് ചെയ്യല്ലേ ഇനി tan 15 പ്ലസ് കോട്ട് 15 ഇസ് ഈക്വൽ ടു tan 15 എന്താണ് 2 മൈനസ് റൂട്ട് 3 പ്ലസ് കോട്ട് 15 എന്താണ് 2 പ്ലസ് റൂട്ട് 3. അപ്പോൾ എന്ത് ചെയ്യുക മൈനസ് റൂട്ട് 3യും പ്ലസ് റൂട്ട് 3യും ക്യാൻസലാവും കട്ടാവും. അപ്പോൾ എന്ത് കിട്ടി 2 പ്ലസ് 2 ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. പ്രൂവ് ആയല്ലോ, എളുപ്പമല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് 3 സൈൻ പൈ ബൈ 6 സീക്ക് പൈ ബൈ 3 മൈനസ് 4 സൈൻ 5 പൈ ബൈ 6 കോട്ട് പൈ ബൈ 4 ഇസ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്കറിയാം സൈൻ പൈ ബൈ 6 എന്ന് പറഞ്ഞാൽ എന്താ എത്ര ഡിഗ്രിയാണ് 180 പൈ എന്ന് പറഞ്ഞാൽ 180 ബൈ 6 30 ഡിഗ്രി. സൈൻ 30 ഡിഗ്രി നമുക്കറിയാം സൈൻ 30 1/2 ആണ്. അപ്പോൾ ഒന്ന് വാല്യൂ കൊടുത്തേ 3 ഇൻറ്റു സൈൻ പൈ ബൈ 6 സൈൻ 30 എന്ന് എഴുതി 6 പൈ ബൈ 3 60 ഡിഗ്രിയാണ് 660 എന്ന് എഴുതി മൈനസ് 4 സൈൻ 5 പൈ ബൈ 6 എന്ന് പറയുമ്പോൾ 5 ഇൻറ്റു പൈ ബൈ 6 5 ഇൻറ്റു 30 സൈൻ 150 എന്ന് കിട്ടും. കോട്ട് പൈ ബൈ 4 നമുക്കറിയാം കോട്ട് 45 ആണ്. ഇനി എന്ത് ചെയ്യുക വാല്യൂസ് കൊടുത്തൂടെ 3 ഇൻറ്റു സൈൻ 30 1/2 ആണ് ഇൻറ്റു 660 എന്ന് പറയുന്നത് എന്താണ് കോസ് 60 1/2 ആണ്. അപ്പോൾ 660 എന്തായിരിക്കും അതിൻ്റെ റെസിപ്രോക്കൽ 2 എന്ന് കിട്ടും. മൈനസ് 4 സൈൻ 150 4 ഇൻറ്റു സൈൻ 150 എന്നുള്ളതിന് നമുക്ക് എന്തെന്ന് എഴുതാം 180 മൈനസ് 30 എന്ന് എഴുതിക്കൂടെ. സൈൻ പൈ മൈനസ് തീറ്റ സൈൻ തീറ്റയാണ് നമ്മൾ മുമ്പ് പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ 180 മൈനസ് 30 എന്ന് പറയുമ്പോൾ സൈൻ 30 തന്നെയാണ്. സൈൻ 30 എന്താ 4 ഇൻറ്റു സൈൻ 30 എന്ന് എഴുതി. എന്താണ് സൈൻ 30? സൈൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30 എന്ന് പറയുന്നത് എത്രയാണ് 1/2 ആണ്. അപ്പോൾ 4 ഇൻറ്റു 1/2 എന്ന് എഴുതി ഇൻറ്റു കോട്ട് 45 എന്ന് പറഞ്ഞാൽ ടാൻ 45ഉം കോട്ട് 45 ഒക്കെ 1 ആണ് ഇൻറ്റു 1 എന്ന് എഴുതി. ഇനി നോക്കിയേ ഈ 2ഉം കട്ട് ചെയ്തു 3 ഇൻറ്റു 1 3 എന്ന് കിട്ടി മൈനസ് ഈ 4ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും 2 ഇൻറ്റു 1 1. അപ്പോൾ 3 മൈനസ് 2 എന്ന് കിട്ടും എന്താണ് 1. പ്രൂവ് ആയല്ലോ, അതായിരുന്നു പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സൈൻ 2x. വളരെ സിമ്പിളാണ്. ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ എക്സ്പാൻഡ് ചെയ്യുക എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എന്ത് കിട്ടും സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 2ab 2 സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് എന്ന് കിട്ടും. നമുക്കറിയാം സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്താണ് 1 ആണ്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ എന്ത് കിട്ടി 1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടി. 1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് കിട്ടി. 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ അത് സൈൻ 2x ആണ്. പഠിക്കണം സൈൻ 2x ഈക്വൽ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. അപ്പോൾ എന്ത് കിട്ടി 1 പ്ലസ് സൈൻ 2x എന്ന് കിട്ടി. പ്രൂവ് ആയല്ലോ അല്ലേ? പ്രൂവ് ദാറ്റ് ആയിരുന്നു, പ്രൂവ് ആയി. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 പ്ലസ് സൈൻ 2x എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്. എന്താണ് അതിനുവേണ്ടി എന്ത് ചെയ്യുക? നമുക്കിപ്പോൾ കിട്ടി, നമുക്കറിയാം സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ സൈനിൻ്റെ വാല്യൂ മാക്സിമം 1 ആണ് അല്ലേ? അപ്പോൾ സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും 1 തന്നെ. എക്സിൻ്റെ 1 തന്നെ ആയിരിക്കും. അപ്പോൾ സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ എന്തായിരിക്കും 1 ആയിരിക്കും. മാക്സിമം വാല്യൂ ഓഫ് സൈൻ 2x ഈക്വൽ ടു 1 എന്ന് എഴുതി. സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ഹോൾ സ്ക്വയർ ആണ് എന്ത് 1 പ്ലസ് സൈൻ 2x അല്ലേ? അപ്പോൾ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് എന്താണ് റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ 2x അല്ലേ? റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ 2x ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ 2xൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് അറിയാം 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 എന്ന് കിട്ടി. അപ്പോൾ മാക്സിമം വാല്യൂ ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്താണ് റൂട്ട് 2 ആണ്. ക്ലിയർ ആയല്ലോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ ഈ സെഷൻ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സ്റ്റേ ട്യൂൺഡ്.